PM ശ്രീ വഴി SSK ഫണ്ട് ഇനത്തിൽ കേരളത്തിന് 93 കോടി രൂപ ലഭിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇനി ലഭിക്കാനുള്ള 17 കോടി ഈ ആഴ്ച തന്നെ ലഭിക്കും. SSKയ്ക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയും വൈകാതെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി. ഈ മാസം 10-ാം തീയതി കേന്ദ്രമന്ത്രിയുമായി ശിവൻകുട്ടി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഫണ്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ മുൻപ് പറഞ്ഞു 93 കോടി രൂപ ലഭിച്ചതായുള്ളൊരു അറിവ്. അതിലൊരു വ്യക്തത ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഈ ഫണ്ട് തുക ലഭിച്ചിട്ടുണ്ട്. 93 കോടി രൂപയാണ് ലഭിച്ചത് കേന്ദ്ര ഫണ്ടിൽ നിന്ന്. ഇനി 17 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. അത് ഈ ആഴ്ച തന്നെ ആ തുകയും ലഭ്യമാകും എന്നൊരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാസം 10-ാം തീയതി കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ ചർച്ച നടത്താനുള്ള തീരുമാനമുണ്ട്. 10-ാം തീയതി വരെ അദ്ദേഹം സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ 10-ാം തീയതി തന്നെ അദ്ദേഹത്തെ കണ്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് അടുത്ത ഫണ്ടിന്റെ കാര്യവും അതുപോലെ തന്നെ മറ്റുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ കൃത്യമായി ചർച്ച ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ PM ശ്രീക്ക് ലഭിക്കാനുള്ള ഫണ്ടിന്റെ തുകകളെല്ലാം തന്നെ കൃത്യമായി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നൊരു ഉറപ്പ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. 93 കോടി എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. ഇനി 17 കോടി രൂപ മാത്രമാണ് ലഭ്യമാക്കാനുള്ളത്. 150 കോടി രൂപയാണ് ഇതിന് ചെലവാകുമെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്ന ഒരു ഫണ്ട് എന്ന് പറയുന്നത്. ആ ഫണ്ടിൽ നിന്നുള്ള 1/4 ഭാഗ തുകയും ഈ ഒരു നിമിഷം സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. 17 കോടി രൂപ ഈ ആഴ്ച തന്നെ വളരെ വൈകാതെ ഈ ആഴ്ച തന്നെ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. അതേപോലെ തന്നെ 10-ാം തീയതി കേന്ദ്രമന്ത്രിയുമായി ചർച്ചയും നടത്തും. അതുപോലെ ഈ CPI പോരിന്റെ വിഷയം കൂടി അദ്ദേഹം ഇന്ന് എടുത്തു പറയുകയുണ്ടായി. അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല, മാധ്യമങ്ങളെല്ലാം വളച്ചൊടിക്കുകയാണെന്നൊരു കാര്യം കൂടി അദ്ദേഹം ഇന്ന് എടുത്തു പറയുകയുണ്ടായി. എന്തായാലും ഫണ്ട് ലഭിച്ചതിൽ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ പുരോഗതിയുള്ളത്. ആ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു മുൻതൂക്കമാണ് കേന്ദ്ര ഫണ്ടിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്രം അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് കൂടി വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്. രോഹിണി, ശരി, ശ്രീനന്ദ SP ആണ് വിവരങ്ങൾ നൽകിയത്.